സംസ്ഥാനത്തെ SIR പുരോഗതി വിലയിരുത്തുന്നതിനായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിളിച്ച രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം പൂർത്തിയായി. 99.5% ഫോമുകളും വിതരണം ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഡോക്ടർ രത്തൻ ഖേൽക്കർ പ്രതികരിച്ചു. സംസ്ഥാനത്ത് ഇതുവരെ 26 ലക്ഷം ഫോം ഡിജിറ്റലൈസ് ചെയ്യാൻ സാധിച്ചു എന്നും എല്ലാ ജില്ലകളിലും ഹെൽപ്പ് ഡെസ്ക് ആരംഭിച്ചിട്ടുണ്ടെന്നും ഡോക്ടർ രത്തൻ ഖേൽക്കർ വ്യക്തമാക്കി. അതേസമയം SIR അട്ടിമറിക്കാൻ ശ്രമം നടക്കുന്നുവെന്ന് BJP നേതാവ് JR പത്മകുമാർ യോഗത്തിൽ അഭിപ്രായമായി ഉന്നയിച്ചു. സമ്മർദ്ദമില്ലാതെ പാർട്ടി ഗ്രാമങ്ങളിൽ പോകുന്ന BLOമാരെ സംരക്ഷിക്കണമെന്ന് അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണനും ആവശ്യപ്പെട്ടു. അതേസമയം 1 മാസമെങ്കിലും SIR നടപ്പിലാക്കുന്നത് നീട്ടണമെന്ന് കോൺഗ്രസിന്റെ ആവശ്യം. വിവരങ്ങളുമായി ശ്രീനന്ദ ചേരുകയാണ്. ശ്രീനന്ദ, രാഷ്ട്രീയ പാർട്ടികളുടെ യോഗത്തിൽ പൊതുവെ നല്ല രീതിയിൽ രാഷ്ട്രീയം തന്നെയാണ് എല്ലാവരും പറഞ്ഞത്. കൃത്യമായി തന്നെ SIRനെ ചെറുക്കാനുള്ള സർവ്വശക്തിയുമെടുത്ത് കോൺഗ്രസും CPIയും നിലയുറപ്പിച്ചപ്പോൾ SIR വേണം, അത് അനിവാര്യമാണ് എന്ന നിലപാടിൽ ഉറച്ചിരിക്കുകയാണ് BJP. എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട പോയിന്റ്സ്? തീർച്ചയായിട്ടും പറഞ്ഞതുപോലെ തന്നെയാണ് എതിർപ്പുകൾക്കിടയിലും SIR നടപടികളുമായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട് തന്നെ പോകുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്. എന്തായാലും എന്യൂമറേഷൻ ഫോം 99.5% പൂർത്തീകരിച്ചതായാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. സംസ്ഥാനത്ത് ഇതുവരെ 26 ലക്ഷം ഫോമുകളാണ് ഡിജിറ്റലൈസ് ചെയ്തത്. അതുപോലെ തന്നെ BLOമാരുടെ കുറെ പ്രശ്നങ്ങളൊക്കെ തന്നെ എതിർകക്ഷികൾ ഉന്നയിക്കുകയുണ്ടായി. പക്ഷെ ആ പ്രശ്നങ്ങളൊന്നും തന്നെ നിലവിലില്ല എന്നും BLOമാർക്ക് കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ടെന്നും അവർക്ക് യാതൊരു തരത്തിലുമുള്ള മാനസിക സംഘർഷം ഉണ്ടാക്കുന്ന തരത്തിൽ ഒരു കാര്യങ്ങളും ഇലക്ഷൻ കമ്മീഷന്റെ അല്ലെങ്കിൽ SIRന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല എന്നുകൂടി ഇലക്ഷൻ കമ്മീഷൻ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ഇപ്പോഴും പക്ഷെ ഒരു മാറ്റം വന്നിട്ടുണ്ട്. മുൻ SIR മീറ്റിങ്ങുകളിലൊക്കെ തന്നെ മറ്റ് പാർട്ടികൾ, രാഷ്ട്രീയ പാർട്ടികളൊക്കെ പറയുകയുണ്ടായി SIR വേണ്ട, പൂർണ്ണമായി നിരോധിക്കണം, ഇത് പാടില്ല എന്നൊക്കെയുള്ള നിലപാടുകൾ ഉണ്ടായിരുന്നു. പക്ഷെ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഇപ്പോഴത്തെ മീറ്റിംഗിൽ അവർ SIR നടന്നുകൊള്ളട്ടെ, നടക്കുന്നതിൽ പ്രശ്നമൊന്നുമില്ല, പക്ഷെ സമയം നീട്ടി നൽകണം എന്നൊരൊറ്റ കാര്യം മാത്രമാണ് അവർ ആവശ്യപ്പെട്ടത്. അപ്പോൾ SIR നടപടികളിലെ സത്യാവസ്ഥ അല്ലെങ്കിൽ അതിന്റെ ആവശ്യകത എന്തെന്ന് കൃത്യമായി തന്നെ ഇവർക്ക് മനസ്സിലായിട്ടുണ്ട് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ സമയം നീട്ടി നൽകണം എന്നതിൽ കൊണ്ട് ഇവർ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഇത്രയും ഫോമുകൾ, ഇത്രയും ചുരുങ്ങിയ സമയം കൊണ്ട് ഇത്രയും ഫോമുകൾ പൂരിപ്പിച്ച് നൽകിയതിൽ നിന്ന് ഇത് എത്രത്തോളം ആളുകൾ സ്വീകരിച്ചിരിക്കുന്നു എന്നതിന്റെ ഒരു തെളിവ് കൂടിയാണ് ഈ SIRനെ ആളുകൾ എത്രത്തോളം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നു എന്നതിന്റെ തെളിവാണ് ഇത്രത്തോളം 99.9% ഫോമുകൾ ഡിജിറ്റലൈസ് ചെയ്തതിൽ നിന്നും മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ BLOമാർക്ക് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളില്ല എന്ന് കൂടി ഇവർ കൂട്ടിച്ചേർത്തിരുന്നു. മറ്റ് രാഷ്ട്രീയ കക്ഷികളൊക്കെ തന്നെ ഇതിൽ നിന്ന് ഇത് വേണ്ട എന്ന് പറയുന്ന ഒരു നിലപാടിൽ നിന്ന് ഇത്രത്തോളം മുന്നിലേക്ക് എത്താൻ സാധിച്ചത് വളരെ വലിയൊരു കാര്യമാണെന്ന് കൂടി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പറയുകയുണ്ടായി. എന്തായാലും ഇനി എല്ലാ മണ്ഡലത്തിലും രാഷ്ട്രീയ പാർട്ടികൾ പറഞ്ഞു രാഷ്ട്രീയ കക്ഷി ചേരൽ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടുള്ളൊരു മാറ്റങ്ങളൊക്കെ തന്നെ ഇതിന് വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. പക്ഷെ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഈ നടപടികളെല്ലാം തന്നെ കൃത്യമായി മുന്നോട്ട് പോകുന്നു എന്നൊരു കാര്യമാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ പറയുകയുണ്ടായി, രാഷ്ട്രീയ താല്പര്യം വെച്ചുകൊണ്ട് ദുരൂഹമായി ഒന്നും നടക്കുന്നില്ല, ഇവിടെ കൃത്യമായും സത്യസന്ധമായുമാണ് കാര്യങ്ങളെല്ലാം നടക്കുന്നത്, രാഷ്ട്രീയ താല്പര്യം ഒന്നും തന്നെ ഇവിടെ ഉണ്ടാകുന്നില്ല എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. അതുപോലെ ഇത്രയും ചുരുങ്ങിയ സമയത്തിനിടയിൽ ഇത്രയും കൃത്യമായ കാര്യങ്ങളെല്ലാം ചെയ്തതിൽ എല്ലാ BLOമാരെയും അതുപോലെ തന്നെ രാഷ്ട്രീയ കക്ഷികളെയും എല്ലാവരും തന്നെ അദ്ദേഹം അഭിനന്ദിക്കുന്ന ഒരു വിശദാംശങ്ങൾ കൃത്യമായി തന്നെ നൽകിയത്.